ഹായ്, നമസ്കാരം, അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? നമ്മളുടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ല സൂര്യോദയം കണ്ടിട്ടാട്ടോ. നമ്മളെ അടുക്കള ഭാഗത്താണ് കേട്ടോ സൂര്യോദയം കാണാൻ. അപ്പോൾ വാതിൽ തുറക്കുമ്പോൾ എപ്പോഴാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ചുവന്ന സൂര്യൻ ഇങ്ങനെ നമ്മൾ മുഖത്തേക്ക് ടോർച്ചടിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ കുറച്ച് നേരം ആ വെയിലൊക്കെ കൊണ്ടിരുന്ന് പിന്നെ ഞാൻ പതിവ് പോലെ നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കണമല്ലോ. സൂര്യോദയം നോക്കിയിരുന്നും വെയിൽ കൊണ്ടിരിക്കാനൊന്നും നമുക്ക് അടുക്കളയിൽ ആളില്ല. അപ്പം നമ്മൾ തന്നെ ഇറങ്ങണ്ടേ. അപ്പോൾ പുട്ടിനുള്ള പൊടി ഞാൻ പൊടിച്ച് വെക്കാനാണ് ഓൾറെഡി. അപ്പം വേണ്ടല്ലോ പിന്നെ ഉണ്ടാക്കാൻ. പിന്നെ കടലക്കറി ഉണ്ടാക്കി. മോന് മോർണിംഗ് ക്ലാസ് ഉണ്ട്, അപ്പോൾ വേഗം പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പിന്നെ മക്കളെയൊക്കെ ഞാൻ സ്കൂളിലേക്ക് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ പതിവ് പോലെ കിച്ചണിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നൊരു ചെറിയൊരു പുഡിങ് ഉണ്ടാക്കിയിട്ട് തേങ്ങ കൊണ്ട് ഒരു ഇളനീർ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാൽ അതുകൊണ്ട് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പൂതിയാണ്. പിന്നെ മക്കൾ വരുമ്പം അവർക്കും കൊടുക്കാമല്ലോ, അങ്ങനെ കരുതിയിട്ട് ഉണ്ടാക്കി വെക്കാം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചും വീടിനകത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പം എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പഴയ കാര്യങ്ങളിൽ നല്ല കാര്യങ്ങളിലേറെ കൂടുതൽ നമ്മളപ്പോഴൊക്കെ ഓർക്കുക എന്താണെന്ന് അറിയോ, ചീത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയിൽ ഇങ്ങനെ മുഴങ്ങുമ്പം അതൊക്കെ മറന്ന് നമുക്ക് പിന്നെ ടൈം കിട്ടരുത്. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ ജോലിക്ക് പോവുക. അപ്പോൾ എന്താ, ജോലിക്ക് പോകാൻ എന്തായാലും പറ്റിയൊരു സാഹചര്യമല്ല. പിന്നെ പുറത്ത് പോവുക, ആൾക്കാരായിട്ട് സഹകരിക്കുക, അതൊന്നും എന്നെപ്പോലത്തെ ഒരാൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നില്ല. എന്നെപ്പോലത്തെ എത്ര പേരുണ്ടെന്ന് കൂടെ ഒന്ന് കമൻ്റ് അറിയിക്കണേ. അപ്പം ഇങ്ങനെയുള്ള വെറുതെ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെട്ട് നമ്മുടെ ലൈഫിന് എന്തിനാ വെറുതെ ടെൻഷൻ കൊടുക്കുന്നത്? ആകെ ഇത്തിരി പോകുന്നൊരു ജീവിതമുള്ളൂ. ആ ഇത്തിരി പോകുന്ന ജീവിതത്തിൽ ഒത്തിരി നേരം നമുക്ക് വേണ്ടിയിട്ടും പിന്നെ ഇത്തിരി നേരം നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ഒന്ന് ജീവിക്കുക. എൻ്റെ അഭിപ്രായം അതാണ്. എല്ലാവർക്കും എൻ്റെ അഭിപ്രായം പോലെ ആയിരിക്കണം എന്നില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. പിന്നെ മോൻ വന്ന് സ്കൂളൊക്കെ വിട്ട് വന്നപ്പം റേഷൻ പീടികയിൽ പോയി അരിയൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ രാത്രിയിൽ ചോറ് ഞാൻ എന്താ കേട്ടോ രാത്രിയിൽ ഉണ്ടാക്കി വെക്കുക. പിന്നെ ആ ചോറെടുത്ത് പിറ്റേ ദിവസം മക്കളൊക്കെ സ്കൂളിൽ പോകുമല്ലോ, അപ്പം ഞാൻ എന്ത് ചെയ്യും, അതെടുത്ത് തിളപ്പിച്ച് ചുറ്റും. അങ്ങനെയാട്ടോ ഞാൻ ചെയ്യാറ്. പിന്നെ കറിയാണെങ്കിലും ഉപ്പേരിയാണെങ്കിലും എന്തായാലും രാത്രിയിൽ ഉണ്ടാക്കി വെക്കും. എന്നാൽ പിറ്റേ ദിവസം രാവിലെ എനിക്കൊരാൾക്ക് ധാരാളമാണല്ലോ അത്. അങ്ങനെയാട്ടോ ഞാൻ ചെയ്യൽ. അപ്പം ഇങ്ങനെ മടിച്ചു പണി എടുക്കണവരും എത്ര ഉണ്ടെന്ന് ഒന്ന് പറയണേ. അപ്പോൾ ഒന്ന് കുമ്പളങ്ങയും പരിപ്പ് കറി വെക്കാമെന്ന് കരുതി. പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കരുത്. അങ്ങനെ ഇറച്ചി മീൻ വേണമെന്നുള്ള ഒരു നിർബന്ധമില്ല കേട്ടോ മക്കൾക്ക്. പിന്നെ അച്ചാറുണ്ട്, അതുണ്ടെങ്കിൽ തന്നെ അവർക്ക് വേറൊന്നും വേണ്ട. കറിയും വേണമെന്നില്ല, ഉപ്പേരി വേണമെന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ എപ്പോഴേലൊക്കെ ഉണ്ടാക്കണമല്ലോ. കുറച്ച് പച്ചക്കറി കിറ്റ് വാങ്ങിയിരുന്നു, അപ്പം അതൊന്ന് ചിലവാക്കണമല്ലോ എന്ന് എഴുതിയിട്ടാണ്. ചില വ്ളോഗ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഒരുപാട് കൂട്ടാനും കറികളൊക്കെ ഉണ്ടാക്കി, മീൻ പൊരിച്ചതും അതിന് പുറത്ത് ഇറച്ചിയും. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ എങ്ങനെ കഴിക്കാനും കഴിയണ്ടേ? നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ, സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ ഇത് കഴിക്കാനും കഴിയണ്ടേ എന്നൊക്കെ ഞാൻ ചിന്തിക്കലുണ്ട്. അപ്പം ഞാൻ കരുതും ഇവരിത് വെറും വീഡിയോക്ക് വേണ്ടി ചെയ്യണതാണോ എന്നൊക്കെ കരുതാറുണ്ട്. പക്ഷെ നമ്മൾ സാധാരണക്കാർ ഇത്ര തോനെ വിഭവങ്ങളും കറികളും ഒക്കെ ഉണ്ടാക്കൂ, എനിക്കറിയില്ല കേട്ടോ. പിന്നെ എല്ലാവരും നമ്മൾ ചിന്തിക്കണ പോലെ ചിന്തിക്കണമെന്നില്ലല്ലോ, നമ്മൾ ചെയ്യണ പോലെ ചെയ്യണമെന്നില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ, നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. എൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റുള്ളൂ എന്ന് പറയാറില്ലേ, അതുപോലെ അത്രേ ഉള്ളൂ. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്. ഇപ്പം 2-2.5 വർഷമായിട്ടോ, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ പപ്പായ ഞാൻ ഫ്രീസറിൽ ഞാൻ കുറേ ദിവസമായിട്ട് ഉപ്പൊക്കെ തിന്നി വെച്ച് സെറ്റാകാൻ വെച്ചിരുന്നു. അപ്പം ഇനിയിപ്പോൾ എടുത്ത് വെച്ചാൽ ഓൾറെഡി അരിഞ്ഞു വെക്കുന്ന സമയത്ത് തന്നെ ഒരു ഇളം പഴുപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഒരുപാട് മതിരിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഫ്രീസറിലിട്ട് വെച്ചത്. അതെടുത്ത് പുറത്ത് വെച്ചപ്പോൾ ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ചോറൊക്കെ വാർത്ത് വെച്ചു, ഉപ്പേരിയായി. അപ്പം ഇനി എന്ത് ചെയ്യുക, രാവിലെ എണീറ്റ് ചായയും കടി മാത്രം ഉണ്ടാക്കിയാൽ മതി. ചോറും കറിയും ഉപ്പേരിയൊക്കെ ഓൾറെഡി എനിക്കുള്ളത് സെറ്റ് ചെയ്യിക്കണേ. പിന്നെ രാത്രിയിലാണ് ബെഡ്ഷീറ്റ് മാറ്റുക, അലക്കാനുള്ളതൊക്കെ പുറത്ത് കൊണ്ടിട്ട് അധികം പണികൾ ഞാൻ രാത്രിയിലാട്ടോ ചെയ്യുക. അപ്പോൾ പിന്നെ ഒഴിവ് സമയം പകൽ ഇഷ്ടം പോലെ കിട്ടും. ആ സമയത്ത് തുണികൾ മടക്കി വെക്കുക, പാത്രം അങ്ങോട്ട് വെക്കുക, ആ കട്ടിലങ്ങോട്ട് വെക്കുക, കസേര അങ്ങോട്ട് വെക്കുക, ഇങ്ങനത്തെ പണികളൊക്കെ ആയിരിക്കും കേട്ടോ പിന്നീട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ചെറിയ വിശേഷം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.